പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടും പാപനാശം കുന്നുകളുടെ സംരക്ഷണത്തിന് നടപടികളില്ല. ഈ വർഷം മഴയിൽ 4 കുന്നിടിച്ചിലുണ്ടായത്. 2 ആഴ്ച മുൻപ് ആലിയിറക്കം ബീച്ചിനും ഏണിക്കൽ ബീച്ചിനും മധ്യേ 3 കുന്നിടിഞ്ഞത്. 1 മാസം മുൻപ് പ്രധാന ബീച്ചിൽ നടപ്പാതയോട് ചേർന്നും കുന്നിടിച്ചിലുണ്ടായി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2015 ഭൗമ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച പാപനാശം കുന്നുകൾ 2025 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിലും ഇടം നേടിയിരുന്നു. എന്നിട്ടും കുന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശാശ്വത നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കടലും ചെമ്മൺ കുന്നുകളും ഒന്നിക്കുന്ന പ്രകൃതി ഒരുക്കിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് വർക്കല പാപനാശം കുന്നുകളുടെ പ്രത്യേകത. ടൂറിസം ഭൂപടത്തിൽ വർക്കല ഇടം നേടുന്നതിന് കാരണമായത് വർക്കല ഫോർമേഷൻ എന്നറിയപ്പെടുന്ന മനോഹരമായ ഈ കുന്നുകൾ തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണമാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയത്. ആലിയിറക്കം മുതൽ ഇടവ വെറ്റക്കട വരെ 6.14 കിലോമീറ്റർ ദൂരത്തിലാണ് കുന്നുകളുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 15 മുതൽ 25 മീറ്റർ വരെ ഉയരവുമുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കുന്നിടിയലും പലവിധ നിർമ്മാണങ്ങൾക്കായി കുന്നിടിച്ചു നിരത്തുന്നതും കുന്നിനോട് ചേർന്നുള്ള അനധികൃത നിർമ്മാണങ്ങളും തുടരുകയാണ്. കുന്നിൻ്റെ അഗ്രഭാഗത്ത് നീന്തൽക്കുളം ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. തീരത്തേക്ക് പടിക്കെട്ടുകൾ നിർമ്മിച്ചും മലിനജലം ഒഴുക്കിവിട്ടും കുന്നിനെ കാലങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലകൾ കുന്നിൻ്റെ അടിഭാഗത്ത് ശക്തമായി അടിച്ചു കയറുന്നതിനാൽ മണ്ണൊലിച്ചും പോകുന്നുണ്ട്. കുന്നിന് മുകളിൽ 200-ലധികം റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണുള്ളത്. പാപനാശത്ത് സുവിച്ച് പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളിലെ സെപ്റ്റിക് മാലിന്യമടക്കം കുന്നിൻ മുകളിലാണ് സംഭരിക്കുന്നത്. കുന്ന് സംരക്ഷണത്തിന് പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ഒന്നും ഇതുവരെ പരിപാലിച്ചിട്ടില്ല. സംരക്ഷണത്തിനായി നടത്തിയ പഠനങ്ങളെല്ലാം പാപനാശം കുന്ന് തകർച്ചാ ഭീഷണി നേരിടുകയാണ് എന്ന കണ്ടെത്തലിലാണ് അവസാനിച്ചത്. വിസ്മയ ന്യൂസ്, വർക്കല.